Good morning to all. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ളൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 6 coins are tossed. What is the probability of obtaining 4 or more heads? ക്വസ്റ്റ്യൻ ഇതാണ്. 6 coins are tossed. 6 കോയിനാണ് ടോസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 or more heads? ഇവിടെ 4 അതിലധികമോ ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പം നമുക്കറിയാം അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. പി ഒ എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു ഐറ്റം എഴുതണം. ഇതിനകത്ത് എൻ അല്ലേ, എൻ എന്ന് പറയുന്നത് എന്താ? എൻ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. നമ്പർ ഓഫ് ട്രയൽസ് ഇവിടെ നോക്കിയേ, 6 coins ആർ ടോസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ട്രയൽസ് വന്ന് 6 ആണ് അല്ലേ. 6 കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 6 ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് എക്സ്. എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് അല്ലേ, സക്സസ്, നമ്പർ ഓഫ് സക്സസ്. ഇവിടെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സക്സസ് എന്ന് പറയുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 or more ഹെഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടാനുള്ള സാധ്യതയാണ് അല്ലേ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 or more ഹെഡ്സ് അല്ലേ. ഹെഡ്സ്, ഇവിടെ ഹെഡ്സ് കിട്ടാനുള്ളതാണ് നമ്മളിവിടെ സക്സസ്. അതുപോലെ ടെയിൽ കിട്ടുന്നതാണ് നമ്മളിവിടുത്തെ ഫെയിലിയർ എന്ന് പറയുന്നത്. നമ്മുടെ സക്സസ്. അപ്പോൾ ഇവിടെ പിന്നെ എന്താ? എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽ എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 or more ഹെഡ്സ് ആണ്. 4 or more ഹെഡ്സ്. അപ്പോൾ 4 or more ഹെഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം 6 കോയിൻ ടോസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ 6 ഹെഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. 6 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഹെഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 4 or more ഹെഡ്സ് എന്ന് വെച്ചാൽ 4 ഹെഡ്സ് കിട്ടാം, അല്ലെങ്കിൽ 5 ഹെഡ്സ് കിട്ടാൻ, അല്ലെങ്കിൽ 6 ഹെഡ്സ് കിട്ടാനുള്ള സാധ്യത, അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് എഴുതുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ദെൻ പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് എന്താ? ഹെഡ് കിട്ടാനുള്ളതാണ് അല്ലേ. ഹെഡ് കിട്ടാനുള്ളതാണ് നമ്മുടെ സക്സസ്. അപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അതാണ് പ്രോബിലിറ്റി ഓഫ് അല്ലേ നമ്മൾ പി കൊണ്ട് സൂചിപ്പിക്കുന്നത്. പി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയലിൻ്റെ സമയത്ത് നമുക്ക് എന്താ ഹെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പം പി ഈസിക്കൽ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ് അല്ലേ. അപ്പം പി ഈസിക്കൽ ടു 1/2. ക്യൂ എന്ന് പറയുന്നത് എന്താ? ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 മൈനസ് പി ആണ്. 1 മൈനസ് 1/2 ദാറ്റ് ഈസ് 1/2. ഇങ്ങനെ കണ്ടുപിടിക്കാം. ദെൻ നമുക്കിവിടെ എക്സ് അല്ലേ, പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ല പ്രോബിലിറ്റി ഓഫ് എക്സ് അല്ല, എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 4 വരാം, എക്സ് ഈസ് ഈക്വൽ ടു 5 വരാം, എക്സ് ഈസ് ഈക്വൽ ടു 6 വരാം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇത് മൂന്നിൻ്റെയും കൂടെ പ്രോബിലിറ്റി എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4ഉം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5ഉം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6ഉം കൂടെ നമ്മൾ ചെയ്തതിന് ശേഷം കിട്ടുന്നത് അല്ലേ. അത് നമ്മൾ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഇതിൻ്റെ പ്രോബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കുക. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4. എക്സ് ഈസ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കാൻ അല്ലേ നമുക്കറിയാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് അല്ലേ. ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതുക. ഈ ഇക്വേഷനിൽ എൻ എന്ന് പറയുന്നത് 6 ആണ്. 6 നമ്മൾ എഴുതുക. 6 എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് 4 ആണ്. അപ്പോൾ 6c4 ഇൻറ്റു പിന്നെന്താ പി റേസ് ടു എക്സ്. പി എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 റേസ് ടു അല്ലേ. റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 1/2 റേസ് ടു 4 ഇൻറ്റു അടുത്തത് എന്താ ക്യൂ റേസ് ടു n മൈനസ് എക്സ്. ക്യൂ എന്ന് പറയുന്നത് എത്രയാ 1/2 ആണ്. 1/2 ഇൻറ്റു n എന്ന് പറയുന്നത് 6 ആണ്. 6 മൈനസ് എക്സ് 4 ആണ്. 6 മൈനസ് 4 അത് നമ്മൾ ഇക്വേഷനിൽ ഈ തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇക്വേഷൻ വരും. ഈ ഇക്വേഷനിൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് 6C4 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6C4 അപ്പോൾ 6C4 നമ്മൾ കോമ്പിനേഷൻ പ്രകാരമാണ് കണ്ടുപിടിക്കുന്നത്. 6C4 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതാണ് കോമ്പിനേഷൻ ഇക്വേഷൻ. ഇതാണ് NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് കോമ്പിനേഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് 6C4 കണ്ടുപിടിക്കാം. അപ്പോൾ 6C4 എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 4 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ നമ്മളത് ഇക്വേഷനിലേക്ക്. അപ്പോൾ 6 ഫാക്ടോറിയൽ എങ്ങനെയാണ് 6 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്? 6ൻ്റെ പുറകോട്ടുള്ള ഐറ്റംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞ് എഴുതുക. ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഫാക്ടോറിയലാണ്. 2 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുന്നത്? 2 ഇൻറ്റു 1. ഇനി നോക്കുക, ഇവിടെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഉണ്ട്. ഇവിടെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഉണ്ട്. ഇതും കൂടെ മൾട്ടിപ്ലൈ വെട്ടിപ്പോയി. ബാക്കി ഇവിടെ 6 ഇൻറ്റു 5 ദാറ്റ് ഈസ് 30 ഉണ്ട്. താഴെ 2. അപ്പം 30 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 15. അപ്പം 6C4 ഈസ് ഈക്വൽ ടു 15 കിട്ടി. 6C4 ഈസ് ഈക്വൽ ടു 15 കിട്ടി. ഇനി 1/2ൻ്റെ 1/2 റേസ് ടു 4 1/2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. ഇൻറ്റു ഇനി 1/2 റേസ് ടു 2 അല്ല 6 മൈനസ് 4 എന്ന് പറയുന്നത് 2 വരുമല്ലേ. അപ്പം 1/2 റേസ് ടു 2 എന്ന് പറയുന്നത് 0.25 ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.234 കിട്ടി. എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ഇല്ല, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 0.234 കിട്ടി. അടുത്ത പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 അല്ലേ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 കണ്ടുപിടിക്കണം. അപ്പോൾ 5 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. NCX ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു n മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 6C5 അല്ലേ. 6C5 ഇൻറ്റു എന്ന് വെച്ചാൽ ഇവിടെ എക്സിന് മാത്രമേ മാറ്റമുള്ളൂ. എക്സ് ഈസ് ഈക്വൽ ടു 5 ആണ് അല്ലേ. അപ്പം 6C5 ഇൻറ്റു 1/2 റേസ് ടു 5 ഇൻറ്റു 1/2 ഇൻറ്റു 6 മൈനസ് 5. നിങ്ങൾ ഈ ഇക്വേഷനിൽ എക്സിന് മാത്രം മാറ്റം വരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 5 വെച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം വെച്ചുകൊണ്ട് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. എന്നിട്ട് നമ്മളിത് കണ്ടുപിടിക്കുക. അപ്പോൾ 6C5 നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. 6C5 കോമ്പിനേഷൻ പ്രകാരം കണ്ടുപിടിക്കണം. അപ്പോൾ 6C5 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 6C5 എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഈ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. കോമ്പിനേഷൻ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 6C5 ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 5 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയലാണ് അല്ലേ. അപ്പോൾ 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക? 6 ഫാക്ടോറിയൽ എഴുതുക ഫസ്റ്റ്. 6 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുന്നത്? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതി. ദെൻ ഇവിടെ 5 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ എങ്ങനെയാണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുന്നത്. ഇത് രണ്ടും വെട്ടിപ്പോയി അല്ലേ. 5 4 3 2 1 താഴെ മുകളിലുള്ളത് വെട്ടിപ്പോയി. ബാക്കി 6 ആണ് വരുന്നത്. അപ്പോൾ 6C5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് 6 ആണ് കിട്ടുന്നത്. 6C5 ഈസ് ഈക്വൽ ടു 6. നമ്മൾ 6C5 6 എഴുതി. ഇനി ഇക്വേഷൻ 1/2 റേസ് ടു 5 ആണ്. 1/2 റേസ് ടു 5 ഇൻറ്റു ദെൻ 1/2 റേസ് ടു 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്ര 1 ആണ്. അപ്പം 1/2 റേസ് ടു 1 തന്നെ എന്ന് വെച്ചാൽ 1/2 തന്നെ മൾട്ടിപ്ലൈ എഴുതിക്കുക. അപ്പം 6 ഇൻറ്റു 1/2 റേസ് ടു 5 അല്ലേ. 1/2 റേസ് ടു 5 കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അത് ഇൻറ്റു 1/2 എന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.09375 കിട്ടും. 0.09375 നിങ്ങൾ ചെയ്യുമ്പോൾ 6 ഇൻറ്റു പിന്നെ ഇവിടെ 1/2 റേസ് ടു 5 കണ്ടുപിടിക്കണം. 1/2 റേസ് ടു 5 കണ്ടുപിടിച്ചിട്ട് 6ഉം അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് അല്ലേ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 കിട്ടി. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 കിട്ടി. പിന്നെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6
അല്ലേ? ഇവിടെ നമ്മൾ ഇതിനതിൻ്റെ ആൻസർ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 ആണ്. ഇത് മൂന്നും കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 കണ്ടുപിടിച്ചു, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 കണ്ട് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 കണ്ടുപിടിക്കണം. അപ്പം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 6C6. ഇപ്പോൾ എക്സിന് മാത്രം ഇവിടെ മാറ്റം വരുന്നുള്ളൂ. 6C6 ഇൻറ്റു 1/2 റേസ് ടു 6 ഇൻറ്റു 1/2 റേസ് ടു 6 മൈനസ് 6. അപ്പോൾ നമ്മൾ 6C6 എപ്പോഴും 1 ആയിരിക്കും അല്ലേ? 6C6 1 ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കോമ്പിനേഷൻ പ്രകാരം 1 ആയിരിക്കും വരുന്നത്. ദെൻ 1/2 റേസ് ടു 6 കണ്ടുപിടിക്കുക. 1/2 റേസ് ടു 6 എന്ന് വെച്ചാൽ 1/2 നിങ്ങൾ ഫസ്റ്റ് 1/2 അപ്പം 0.5 വരും. 0.5 6 പ്രാവശ്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇൻറ്റു ദെൻ 1/2 റേസ് ടു 6 മൈനസ് 6 0 ആണ്. 1/2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ റേസ് ടു 0 വന്നാലും 1 ആയിരിക്കും. അപ്പം നമുക്ക് 1 കിട്ടി. ദെൻ ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.0156 കിട്ടും. എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6. ഇത് മൂന്നും കിട്ടി അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഓർ മോർ ഹെഡ്സ്? നമ്മൾ ഈ 6 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് 4 അതിൽ കൂടുതലോ ഹെഡ്സ് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ 4 ഹെഡ്സ് കിട്ടാം, 5 ഹെഡ്സ് കിട്ടാം, 6 ഹെഡ്സ് കിട്ടാം അല്ലേ? 4 അതിൽ കൂടുതലോ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 4 ഹെഡ്സ് കിട്ടാം, അല്ലെങ്കിൽ 5 ഹെഡ്സ് കിട്ടാം, 6 ഹെഡ്സ് കിട്ടാം. അതാണ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ് എഴുതിയത്. ഇതെല്ലാം കൂടെ നമ്മൾ ഇനി കൂട്ടുക. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ 4 അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ അല്ലേ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 അല്ലേ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 കണ്ടുപിടിച്ച് എഴുതുക. 0.234 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 കണ്ടുപിടിച്ചത് എഴുതുക. 0.09375 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 കണ്ടുപിടിച്ച് എഴുതുക. ഇത് മൂന്നും കൂടെ കൂട്ടി എഴുതുക. ദാറ്റ് ഈസ് 0.343. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്.